ഇങ്ങോട്ട് മാറി നിൽക്കും. ഇങ്ങോട്ട് മാറി നിൽക്കടോ. പാട്ടുകാരനാ? അല്ല, അമ്മാമനാ ഇവന്റെ. ആ, വെള്ളയും വെള്ളയൊക്കെ ഇട്ട് രാഷ്ട്രീയക്കാരനാ? അല്ല, പ്രമുഖനായ ഒരു പള്ളിയിലെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. അങ്ങനെ ഞാൻ ഈ വെള്ളം ഇടുന്നത്. രാഷ്ട്രീയമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല സാറേ. ഓ ശരി. നേരത്തെ പാടിയ പാട്ടില്ലേ, അതൊന്നും കൂടെ പാടാം. മറന്നുപോയി. ഓ, മറന്നുപോയി. ഓർത്ത് നോക്ക്, ഓർമ്മയുണ്ടാകും. പാടോ. കടുവായെ കിടുവ പിടിക്കുന്നു, മരവൊന്തിന് ചായമടിക്കുന്നു. കടുവായെ കിടുവ പിടിക്കുന്നു. പിന്നെ എനിക്കറിയില്ല, ഞാൻ പാട്ട് കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുക. എനിക്കറിയില്ല. കടുവായെ അമ്പമ്പോ മരയോന്തിന് ചായമടിക്കുന്നു, കടുവായെ കിടുവ പിടിക്കുന്നു. റിപ്പോർട്ടിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ആവശ്യത്തിലധികം ഉണ്ടല്ലോ. അതില്ല, ഞാൻ ആകെ ഒരു ഇത്ര കഴിച്ചിട്ടുള്ളൂ. അത്ര കഴിച്ചത് ഞാനാ. അതുകൂടാതെ ഇവരുടെ വണ്ടിയിൽ ലൈസൻസ് ഇല്ലാതെ കുറെ പടക്കങ്ങൾ ഉണ്ടായിരുന്നു. ആഹാ, എന്തൊക്കെയായിരുന്നു? അതൊന്നുമില്ല മേഡം. കുറെ കമ്പി മത്താപ്പ്, കുറെ തറച്ചക്രം, പൂക്കുറ്റി, എലിവാണ്, വെടിയുള്ള ഒന്നുമില്ല. ഒന്നുമില്ല. മദ്യപിച്ച് വണ്ടി ഓടിച്ചു വന്നതിന് കൂടെ RDX കൂടെ ഉണ്ടായിരുന്നു എഴുതിച്ചേ. ഓക്കേ മാഡം. കൂടാതെ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നും കൂടി എഴുതിക്കും. നിങ്ങൾ. പിന്നെ ആ ഒലക്കൊന്നെടുത്ത് റെഡിയാക്കി വെച്ചു. നമുക്ക് ഈ കാർന്നവരെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അയ്യോ മേഡം, അതിന് ഞങ്ങളാരും മേഡത്തിന് ഈ വണ്ടി ഇടിച്ചു കൊല്ലാനൊന്നും വന്നില്ലല്ലോ. ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കല്ലായിരുന്നു. നിർത്തിയിട്ട വണ്ടി എങ്ങനെയാ മേഡം ഇടിച്ചു കൊല്ലാൻ വരിക? വണ്ടി ഞങ്ങളുടെ വണ്ടി മുന്നിലും മേഡത്തിന്റെ വണ്ടി ബാക്കിലല്ലേ. അപ്പൊ ഞങ്ങളുടെ വണ്ടി മുന്നോട്ടല്ലേ ഓടുന്നത്. ഈ മര്യാദ ഒന്നും അവിടെ കണ്ടില്ലല്ലോ. എന്താ സത്യം പറയട്ടെ, ഞങ്ങള് പാവങ്ങളാ. വളരെ മര്യാദ ഉള്ള ഒരു ഫാമിലിയിലുള്ളതാ. പക്ഷെ സ്ത്രീകളോട് തീരെ മര്യാദ ഇല്ലാതെയാണ് അന്നേരം സംസാരിച്ചിരുന്നത്. ഞങ്ങൾ സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന രണ്ട് ആൾക്കാർ. അത് അന്നേരം തോന്നിയില്ലല്ലോ രണ്ടുപേർക്കും. പക്ഷെ അന്നേരം ഞങ്ങൾ കാറിനകത്തിരിക്കുന്ന ആണുങ്ങൾ ആരോ ആണെന്നുള്ളൊരു മനസ്സിലാക്കി ആണുങ്ങളാന്ന് കരുതിയിട്ടായിരുന്നു ഞങ്ങള്. ആരോടാണോ ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല സാറേ. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റൂലേ. നീയൊക്കെ അകത്ത് കടന്നാൽ മാത്രമേ പഠിക്കുള്ളൂ. നമുക്ക് കാണാം എന്താ ഉണ്ടാവുന്നതെന്ന്. പോലീസിനോട് എന്തിന്റെയൊക്കെ കളി. അറിയാതെ പറ്റിയതാ. അറിയാതല്ല, നീക്ക് മലപ്പുറം ചെയ്യുന്നതൊക്കെ. അല്ല, എന്റെ ചേച്ചി അറിഞ്ഞ ആകെ പ്രശ്നമാവും. എന്റെ ഭാര്യ അറിഞ്ഞ അതിനേക്കാളും പ്രശ്നം.